മേത്തല ഗവൺമെന്റ് UP സ്കൂളിൽ പുതിയ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നടന്നു. സമഗ്ര ശിക്ഷ കേരള പദ്ധതി പ്രകാരം 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 4 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം യുവജന കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. പുതിയ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് അവർ നമ്മുടെ വിദ്യാലയത്തിന്റെ ക്ലാസ് മുറികളുടെ ഈ ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങളൊക്കെ ഭക്ഷണം കഴിക്കേണ്ട സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായി സംസാരിച്ചു പോകുന്നില്ല. വിശക്കുന്നില്ലേ? ഇല്ലേ? എനിക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആകെ ഒരു ലഡുവാണ് ഇപ്പോൾ കിട്ടിയത്. എനിക്ക് നിങ്ങൾക്കും കിട്ടിയിട്ട് ലഡുവാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞിനി നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല. ഇവിടെ ഈ 2 ക്ലാസ് മുറികളുടെ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 4 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെട്ടത്. ഇനി ആ ക്ലാസ് മുറികളിലേക്ക് ഇരുന്ന് നന്നായിട്ടൊക്കെ പഠിക്കുക, നന്നായിട്ടൊക്കെ ഓടിക്കളിച്ച് നടക്കുക, കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കാനുള്ള സമയമായതുകൊണ്ട് കൂടുതൽ പറയാതെ തന്നെ ഔപചാരികമായ യോഗം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ആയാലും ഗവൺമെൻറ്റിൻ്റെ ആയാലും ഉത്തരവാദിത്തം എന്നത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുക എന്നത് തന്നെയാണ്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ തീർച്ചയായിട്ടും നഗരസഭയുടെ കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ നമ്മുടെ കീഴിലുള്ള മിക്ക വിദ്യാലയങ്ങളും ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ മാറിയിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ മുൻ MLA-യുടെ 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു പുതിയ കെട്ടിടത്തിൻ്റെയും ഇവിടെ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതും കൂടി വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്കറിയാം, നമ്മളെപ്പോഴും സ്വപ്നം കാണും നമ്മുടെ മക്കളൊക്കെ തന്നെ നല്ല ഭൗതിക സാഹചര്യത്തിൽ വളരണം, അതുപോലെ അവരുടെ ക്ലാസ്. വാർഡ് കൗൺസിലർമാർ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരള തൃശൂർ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഇൻചാർജായ അനിതകുമാരി പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK രാധാകൃഷ്ണൻ, കൗൺസിലർമാരായ വിജയലക്ഷ്മി അജിതൻ, TS സജീവൻ, VM ജോണി, MK സഹീർ, KR ദേവിക, പ്രിയ സാവൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് EA ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ പ്രധാനാധ്യാപിക അജിത പടാരിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് NI സാദിഖ് നന്ദി പറഞ്ഞു.